എക്സാം പ്രിപ്പറേഷന്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പൊ എവിടം വരെയൊക്കെ എത്തി നിങ്ങളുടെ പഠിച്ച്? ഇനി ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ എക്സാം പോയിന്റ് ടീം ഒരുക്കുന്ന ഈ ഒരു റിവിഷൻ ചാലഞ്ചിന്റെ ഭാഗമാവാട്ടോ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് ആ ഒരു കണ്ടന്റ് നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കി എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതൊക്കെ നോക്കി നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ക്ലാസ് 8th ബേസിക് സയൻസിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് വരുന്ന പോർഷൻ എന്നത് നമുക്ക് നോക്കിയാലോ? അപ്പോൾ ചാപ്റ്റർ 7 ഫോഴ്സ് ബലം, പിന്നെ മാഗ്നറ്റിസം കാന്തികത, പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറേഴ്സ് എന്ന ചാപ്റ്റർ ആണ് ഫിസിക്സിൽ നിന്നുള്ളത്. കെമിസ്ട്രിയുടെ പാർട്ടും ബയോളജിയുടെ പാർട്ടും വരും. ഇതിനകത്ത് ഓരോ സബ്ജക്റ്റിനായിട്ട്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓരോന്നിനും 20 മാർക്കിനാണ് വരുന്നത് അല്ലേ? ഓർ ക്വസ്റ്റ്യനും കൂടിയാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത്. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫിസിക്സിൽ മാത്രം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 24-25 മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ 10 to 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിസത്തിൽ നിന്ന് ഒരു 9 to 10 മാർക്സിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഒരു വലിയ ചാപ്റ്റർ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എന്നാലും അതിൽ നിന്ന് ഒരു 4 to 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ആ ചാപ്റ്റർ എന്ത് ചെയ്യുക, അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസ് മാത്രം പഠിച്ചു വെച്ചാലും മതി. ഇപ്പോൾ ഒരു ഫുൾ മാർക്കൊക്കെ ലക്ഷ്യം വെക്കുന്നവരാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് പോകുക. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് എഴുതാൻ പറ്റണം അല്ലേ? ബാക്കിയെല്ലാം എന്താണ്, ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇത് ഒരു എക്സാക്ട് മാർക്കിംഗ് അല്ല, ചെറിയ വേരിയേഷൻ ഒക്കെ വന്നേക്കാം. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് എന്നുള്ള ചാപ്റ്റർ നല്ലോണം പഠിക്കുക, അതോടൊപ്പം മാഗ്നറ്റിസവും നല്ലോണം പഠിക്കുക. ഓക്കെ, രണ്ടും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. കമ്പാരിറ്റീവ്ലി ഫോഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും കൂടിയാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം നല്ലവണ്ണം തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പതിയെ ചാപ്റ്ററിലേക്ക് പോയാലോ?